ഹായ് മക്കളെ, എവിടെ സാറാണ്. നമ്മൾ 7th ക്ലാസ് എടുക്കുന്ന സമയത്ത് പലപ്പോഴും മക്കൾ ചോദിക്കാറുണ്ട്, സാറേ ഞങ്ങൾക്കും ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഞങ്ങൾക്കും ഈ പറയുന്ന സൈലത്തിൻ്റെ ബാച്ചസിൽ ജോയിൻ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ നമ്മുടെ 8th CBSE മക്കൾ കടക്കുമ്പോൾ ഒരു അടിപൊളി ബാച്ചാണ് മക്കളെ വെയിറ്റ് ചെയ്യുന്നത്, നമ്മുടെ യോധ CBSE ബാച്ച്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ 7th പഠിക്കുന്ന സമയത്ത് നമ്മൾ അത്യാവശ്യം കോണ്ടന്റ് ഒക്കെ 7th പഠിച്ചിട്ടുണ്ട്. പക്ഷേ 8th വരുന്ന സമയത്ത് നമ്മൾ ഇൻ ഫ്യൂച്ചർ അല്ലെങ്കിൽ നമ്മുടെ 9th 10th ഒരു ബേസ് ആയിട്ടുള്ള കുറച്ച് അധികം കാര്യങ്ങൾ നമ്മൾ ഇവിടെ പഠിക്കാനുണ്ട്, 8th പഠിക്കാനുണ്ട്. 8th നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്താ പറ്റുള്ളൂ, അടിപൊളിയായിട്ട് 9th 10th ഈസി ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യണം, അതിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസും കാര്യങ്ങളൊക്കെ തുടങ്ങണം, അല്ലെങ്കിൽ തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ തുടങ്ങണം അല്ലേ. അപ്പോൾ നമ്മുടെ യോധ ബാച്ചിൽ നമ്മൾ ഈ പ്രാവശ്യം 3 ഭാഗങ്ങൾ അല്ലെങ്കിൽ 3 പ്ലാനുകളായിട്ടാണ് മക്കളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത്. ബേസ് പ്ലാൻ, അതുപോലെ തന്നെ ഇൻഫിനിറ്റി പ്ലാൻ, അതുപോലെ തന്നെ ഇൻഫിനിറ്റി പ്രോ, ഇങ്ങനെ 3 പ്ലാനുകളാണ് മക്കളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത്. ഓക്കെ, അതിൽ ഞാൻ എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ആദ്യം ഈ യോധ ബാച്ചിൻ്റെ ഫീച്ചേഴ്സ് ഒന്ന് നോക്കാം. ഇതിൽ മക്കളെല്ലാവരും ചോദിച്ചിരുന്ന ഒരു കാര്യമാണ്, സാർ ഞങ്ങൾ സ്കൂൾ വിട്ട് വന്ന് നമ്മൾ ആഴ്ചയിൽ 1 അല്ലെങ്കിൽ ആഴ്ചയിൽ 2 ക്ലാസ്സസ് പോരാ, നമുക്ക് ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റുന്നുള്ളത്. അത് മക്കളെ യോധ ബാച്ചിൽ മക്കൾക്ക് ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും. ആ ഡെയിലി ലൈവ് ക്ലാസ്സസ് കഴിയുന്നു, അതിനുശേഷം റെക്കോർഡഡ് സെഷൻസ് ഉണ്ടാവുന്നു. അതുകൂടാതെ എല്ലാ ലൈവ് കഴിഞ്ഞ ശേഷം മക്കൾക്ക് നോട്ട്സും സ്ലൈഡ്സ് ഒക്കെ എന്തായിരിക്കും അവൈലബിൾ ആയിരിക്കും. അതുകൂടാതെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, മക്കൾ ഈ പറയുന്ന ഒരു ദിവസം പഠിച്ച ഭാഗം 1 മണിക്കൂറാണ്. നമ്മളിപ്പോൾ ഒരു സോഷ്യൽ സയൻസിൽ നമ്മൾ ഒരു ചാപ്റ്ററിൻ്റെ ഒരു 3 പാർട്ടുകളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അതിൽ 1 മണിക്കൂർ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പാർട്ട് പഠിക്കുന്നു. ആ 1 മണിക്കൂർ കൊണ്ട് പഠിച്ച കാര്യങ്ങളിൽ 5 MCQ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് DPP ആയിട്ട് എന്ത് ചെയ്യും, ആ ഡേ തന്നെ മക്കൾക്ക് തരും. ഓക്കെ, അതിൽ മക്കളുടെ കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും, ലീഡർ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മക്കൾ അടിപൊളിയായിട്ട് എന്ത് MCQ ആൻസേഴ്സ് ഒക്കെ ചെയ്യുക. അപ്പോൾ ഒരു ഗെയിം എന്നുള്ള രീതിയിൽ മക്കൾക്ക് ചെയ്യാൻ പറ്റും, അടിപൊളിയായിട്ട് ഒരു കോമ്പറ്റേറ്റീവ് മോഡലോട്ട് ചെയ്യാൻ പറ്റും, മക്കൾക്ക് പഠിച്ചു മുമ്പോട്ട് പോകാൻ പറ്റും. ഇനി എടുത്തു പറയേണ്ട ഒരു കാര്യം, ഓരോ ഈ നമ്മൾ ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാലും പിന്നീട് നമ്മൾ എങ്ങനെയാണ് അതിന് എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഏത് രീതിയിലായിരിക്കും അതിനെ മാറ്റേണ്ടത്, അല്ലെങ്കിൽ ഓരോ ക്വസ്റ്റ്യൻസ് നമ്മൾ എങ്ങനെയായിരിക്കും ഫേസ് ചെയ്യേണ്ടി വരിക. അപ്പോൾ സ്കൂളുകളിൽ നമ്മൾ ചാപ്റ്റേഴ്സ് എക്സാമിനേഷന് മുമ്പ് തന്നെ നമ്മുടെ ആപ്പിൽ എന്തുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ബാച്ചിൽ എന്തുണ്ടാവും, മക്കൾക്ക് ചാപ്റ്റർ വൈസ് എക്സാമിനേഷനും മൊഡ്യൂൾ എക്സാമിനേഷനും അതുപോലെ തന്നെ മോഡൽ എക്സാമിനേഷനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതുകൂടാതെ NCERT ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ NCERT കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെയാണ് വരിക എന്നൊരു സംശയം മക്കൾക്ക് ഉണ്ടാവും. അപ്പോൾ ഈ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ എവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബാച്ചിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയുന്ന ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒട്ടനവധി ഫീച്ചേഴ്സ് ഉണ്ട് ഈ ഒരു ബാച്ചിൽ. അത് കഴിഞ്ഞിട്ടില്ല, അതുപോലെ തന്നെ നമുക്ക് എന്തുണ്ട്, നമ്മുടെ റെക്കോർഡഡ് സെഷൻ നമുക്ക് അവൈലബിൾ ആയിരിക്കും മക്കൾക്ക് പേൾ വീഡിയോസ് ആയിട്ട്. ചില മക്കൾക്കൊക്കെ ഈ ലൈവ് സെഷനിൽ ഡ്യൂറിംഗ് ദ ലൈവ് സെഷനിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഒക്കെ വരാറുണ്ട് അല്ലേ. അപ്പോൾ മക്കൾക്ക് നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് എന്ത് ചെയ്യാം, ആ റെക്കോർഡഡ് സെഷൻ കണ്ട് കൃത്യമായിട്ടും ഓരോ ചാപ്റ്റേഴ്സും മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. മൈൻഡ് മാപ്പും ഇൻസ്റ്റലാണ് മക്കൾക്ക് അവൈലബിൾ ആവുന്നുണ്ട്. മൈൻഡ് മാപ്പ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ചാപ്റ്ററിൽ പഠിച്ച കാര്യങ്ങൾ വളരെ ഷോർട്ടായിട്ട്, വളരെ ബ്രീഫായിട്ട് എന്താണ് അടിപൊളിയായിട്ട് തന്നെ മക്കളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്ന ഒരു നോട്ടാണ് മൈൻഡ് മാപ്പ്. ഇനി ഇൻസ്റ്റലാണ് എന്താണ് സാറേ എന്ന് പല മക്കൾക്ക് ഡൗട്ട് ഉണ്ടാവും. നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും ഇൻസ്റ്റലാണ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മുടെ ഓരോ ചാപ്റ്റേഴ്സിലും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കും ആ ടോപ്പിക്കിൽ വരുന്ന ക്വസ്റ്റ്യൻസും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഓരോ ടോപ്പിക്ക്, അതിനുശേഷം അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുള്ള നോട്ട്സാണ് നമ്മുടെ ഇൻസ്റ്റലാണ് എന്ന് പറയുന്നത്. അത് കൂടാതെ ഇനിയിപ്പോൾ മക്കൾ ഇൻ ഫ്യൂച്ചർ നമ്മുടെ എൻഡ് ഗെയിം പോലുള്ള ബാച്ചസ് വരുന്നല്ലോ, അല്ലെങ്കിൽ ഫ്യൂച്ചർ ബാച്ചസ് വരുന്നുണ്ടെങ്കിൽ അതിലേക്ക് കൂടി മക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് വരുന്നത് നമ്മുടെ ഇൻഫിനിറ്റി ബാച്ചിലാണ്. ഓക്കെ, അപ്പോൾ മക്കൾ പറയുകയാണ്, സാറേ ഞങ്ങൾക്ക് റെക്കോർഡഡ് സെഷൻ വേണ്ട, അല്ലെങ്കിൽ ഈ പറയുന്ന പേൾ വീഡിയോസ് വേണ്ട, ഇൻസ്റ്റലൊന്നും വേണ്ട, ബാക്കി എല്ലാ ഫീച്ചേഴ്സും കിട്ടുന്ന ബാച്ചസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതുകൊണ്ടാ നമ്മുടെ ബേസ് പ്ലാനിൽ ഈ പറയുന്ന റെക്കോർഡഡ് സെഷനും അതുപോലെ തന്നെ ഈ പറയുന്ന എൻഡ് ഗെയിം ബാച്ചോ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് മാപ്പും ഇൻസ്റ്റലൊന്നും ഇല്ലാത്ത ബാക്കി പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സും നമ്മൾ എവിടെ ഉണ്ട്, നമ്മുടെ ബേസ് പ്ലാനിലുണ്ട്. ഇനി ചില മക്കളൊക്കെ വളരെ നേരത്തെ തന്നെ എന്തിനു വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്, കോമ്പറ്റേറ്റീവ് പോലുള്ള എക്സാമിനേഷൻസിന് വേണ്ടി, എൻട്രൻസ് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള എക്സാമിനേഷനൊക്കെ വളരെ ചെറിയ ക്ലാസ്സസിൽ തന്നെ ട്രൈ ചെയ്യുന്നുണ്ട്. ഇതിൽ ചില മക്കളെങ്കിലും ഫാൽക്കൺ ബാച്ചിലെ ഭാഗം തന്നെയാണ്, അല്ലെങ്കിൽ ഫാൽക്കൺ ബാച്ചിനെ കുറിച്ച് കേട്ട മക്കൾ തന്നെയാണ്. അപ്പോൾ ഫാൽക്കൺ ബാച്ച് കൂടി അഡീഷണൽ ആയിട്ട് വരുന്ന നമ്മുടെ 3rd ബാച്ചാണ് നമ്മൾ ഈ പറഞ്ഞ ഇൻഫിനിറ്റി പ്രോ. ഇങ്ങനെ 3 ബാച്ചുകളായിട്ടാണ് ഈ പ്രാവശ്യം സൈലം നമ്മുടെ 8th CBSE യോധ ബാച്ച് മക്കളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ബേസ് പ്ലാൻ ഉണ്ട്, ഇൻഫിനിറ്റി ബാച്ച് ഉണ്ട്, ഇൻഫിനിറ്റി പ്രോ. അപ്പോൾ ഇതിൽ ഏത് വേണമെങ്കിലും മക്കൾക്ക് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ മക്കൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ XEF10 എന്ന കൂപ്പൺ കോഡ് റെഡീം ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, ആ 10% ഓഫർ മക്കൾക്ക് അവൈൽ ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൂടാതെ ഒരു സർപ്രൈസ് കൂടി ഉണ്ട്. അതെ മക്കളെ, ഇതിൽ 5 പേരെ സെലക്ട് ചെയ്തുകൊണ്ട് അവർക്ക് 5 സ്മാർട്ട് വാച്ചുകൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ മക്കൾ എന്ത് ചെയ്യാം, മാക്സിമം പെട്ടെന്ന് ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ ശ്രമിക്കുക. അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വർഷം യോധ CBSE പഠിക്കാം. അപ്പോൾ നമുക്ക് ബാച്ചിൽ കാണാം. താങ്ക് യു ഓൾ, ബൈ.